ശ്രീ പിണറായി വിജയന്റെ കപ്പൽ മുക്കാനാണ് എം.വി. ഗോവിന്ദൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ പൊരിഞ്ഞ തർക്കം അടിത്തട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നും കേൾക്കുന്നു. എന്താണ് കാരണം? നമുക്ക് സ്വയം ആലോചിച്ചാൽ, സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗോവിന്ദൻ മൂന്നാം ടൈം പിണറായിക്ക് വേണ്ടി മൂന്നാം ടൈം ആഗ്രഹിക്കുന്നില്ല. കാര്യം നമ്പർ 1. കാരണം പറയാം. 2, പിണറായി ഏതെങ്കിലും കാരണവശാൽ മൂന്നാം ടൈം കൂടെ കിട്ടിയാൽ ഗോവിന്ദൻ്റെ പിന്നീടുള്ള രാഷ്ട്രീയ പ്രസക്തി അവിടെ തീർന്നു. ഗോവിന്ദൻ്റെ വ്യക്തിപരമായും സംഘടനാപരമായുള്ള രാഷ്ട്രീയ പ്രസക്തി തീരുകയാണ്. പിണറായി അജയ്യനാവും, സർവശക്തനാവും. മറിച്ച് പിണറായി തോറ്റൊരവസ്ഥയിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം ആരുടെ കയ്യിലിരിക്കും? ഗോവിന്ദൻ്റെ കയ്യിൽ തന്നെ തുടരും. ഗോവിന്ദന് പിണറായിയുടെ അഭാവത്തിൽ ഗോവിന്ദൻ്റെ പാർട്ടിയിൽ താൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താം, താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരാം. അപ്പോൾ പിണറായി കരുതുന്നത് ഗോവിന്ദൻ്റെ സ്വാധീനം കുറച്ചേ പറ്റൂ എന്ന് വിചാരിച്ച് ഗോവിന്ദൻ്റെ വെട്ടിച്ചായിട്ടുണ്ട്. ഗോവിന്ദനോട് മത്സരിക്കാൻ ടിക്കറ്റില്ല, ശ്യാമള അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ടിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം ഗോവിന്ദനെ സമ്മതിക്കുക വഴി ഗോവിന്ദൻ്റെ ശക്തി പകുതി ചോർത്തിക്കളയായത്. സ്വന്തം ഭാര്യയ്ക്ക് ടിക്കറ്റിന് ശ്രമിച്ചു എന്നുള്ള വ്യാപകമായ പ്രചരണം വരും. പിന്നെ ഇനി നമുക്ക് ഏറ്റവും അവസാനം വരേണ്ടത്, ഇപ്പോൾ നിർണായകമായ ഇലക്ഷനാണ് പിണറായിയെ സംബന്ധിച്ചിടത്തോളം. ജീവൻ മരണ പോരാട്ടം അത് ഇത് തന്നെയാണ്. ഇവിടെ ജയിക്കണമെങ്കിൽ ഒത്തിരി വിട്ടുവീഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്. പല കോംപ്രമൈസുകൾ ഒത്തിരി ഉണ്ടാവും. ഇപ്പോൾ PKCC UDF ആയിട്ട് ആ കോംപ്രമൈസുകൾ വേണ്ടി വരും. ഈവൻ രാഹുൽ മാങ്കൂട്ടായിട്ട് നാളെ കോംപ്രമൈസ് ഉണ്ടാകില്ല നമുക്ക് പറയാൻ പറ്റില്ല. അത് പൊളിറ്റിക്സ്, ഇലക്ഷൻ പൊളിറ്റിക്സ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഭയങ്കരമായ തമ്മിത്തല്ല് നടക്കുകയാണ്. ഒരു വശത്ത് സുധാകരനും മറുവശത്ത് സജി ചെറിയാൻ, നിസ്സാര തുടങ്ങിയ ആൾക്കാർ. പക്ഷേ ഈ തമ്മിത്തല്ല് ഏറ്റവും മൂർധന്യത്തിലെത്തിയിരിക്കുന്നത് ഇപ്പോഴാണ്. അതായത് സുധാകരൻ പാർട്ടി വിടും, പുറത്ത് പോയി UDFൻ്റെ BJPയുടെ സഹായം തേടും എന്നുള്ള വാർത്തകൾ വരെ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് സംസ്ഥാന പാർട്ടി സെക്രട്ടറി എന്താ ചെയ്യേണ്ടത്? സാധാരണ നമ്മൾ ആലോചിച്ച് MV ഗോവിന്ദൻ എന്താ ചെയ്യേണ്ടത്? ആ തർക്കം പറഞ്ഞു തീർത്ത് സുധാകരനെ അനുനയിപ്പിച്ച് ഇവിടെ കൂടെ നിർത്താൻ നോക്കണം. അതിനൊരു ഇദ്ദേഹം പോയിട്ട് എന്നാ ചെയ്ത് അയാളെ പരിഹസിച്ച്, ആക്ഷേപിച്ച്, അപഹസിച്ച് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പൊക്കോളാൻ ഇൻഡയറക്റ്റായിട്ടുള്ള മെസ്സേജ് ആര് കൊടുത്തു? ഗോവിന്ദൻ പോയിട്ട് കൊടുത്തു. ഗോവിന്ദൻ നേരിട്ട് പോയിട്ടാണ് കൊടുക്കുന്നത്. ആ കൂട്ടത്തിൽ സജി ചെറിയാനും നിസ്സാരമൊക്കെ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. ആ മെസ്സേജ് കൊടുക്കുമ്പോൾ അർത്ഥം തന്നെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPMന് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ ചുരുക്കം ചില ജില്ലകളിലൊന്നാണ് ഏത്? ആലപ്പുഴ. ആ ആലപ്പുഴയിലെ ഹോൾഡ് പോലും ഇല്ലാതാക്കത്തക്ക രീതിയിലാണ് MV ഗോവിന്ദൻ സ്റ്റേറ്റ് സെക്രട്ടറി പെരുമാറുന്നത്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ആരാ? പിണറായി. ഇനി വീണ്ടും നമുക്ക് അവിടെ നിന്ന് നേരെ ഇങ്ങ് പോരെ, വടക്കോട്ട് പോരെ, മട്ടന്നൂർ ശൈലജ ടീച്ചർ കുഴപ്പമില്ലാതെ ജയിക്കുമല്ലോ, നല്ല രീതിയിൽ ജയിക്കുമെന്നാണ് നമ്മുടെയൊക്കെ ധാരണ. ആ ശൈലജ ടീച്ചർ അവിടെ നിന്ന് കുറച്ച് ആരോട് യുദ്ധം ചെയ്യാൻ വിട്ടിരിക്കുക? സണ്ണി ജോസഫിനോട് പേരാവൂർ യുദ്ധം ചെയ്യാൻ വിട്ടിരിക്കുക. അപ്പോൾ വേറൊരു പ്രശ്നം, അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു ഭൂരിപക്ഷം കിട്ടുന്നില്ലെങ്കിൽ പേരാവൂർ ജയിച്ചാൽ പോലും ശൈലജ ടീച്ചർ കേവലം ഒരു മന്ത്രി MLA മാത്രമാണ്. അപ്പോഴും പിണറായി വിജയൻ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് സാധിക്കാനുള്ള മാർഗം വേറെ വഴിക്ക് നോക്കാം. കണ്ണൂര് പിണറായി വിജയൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന 60,000 കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശൈലജ മട്ടന്നൂർ ജയിച്ചോ, അല്ലെങ്കിൽ പിണറായിയേക്കാൾ കൂടുതൽ ഒരു വോട്ടിൻ്റെങ്കിലും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ശൈലജ ജയിച്ചോ, അന്ന് മുതൽ പിണറായിയുടെ ശത്രുവാണ്. എന്നേക്കാൾ ക്രീമിയോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ശൈലജയുടെ പേര് ചില പത്രങ്ങൾ ഇട്ടപ്പോൾ പിണറായി വിജയൻ്റെ ശൗര്യം ആയി ഈ സ്ത്രീയെ ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ തുടർച്ചയുടെ ഭാഗമാണ്. ഞാനായിരുന്നു പാർട്ടി സെക്രട്ടറി എങ്കിൽ, CPMൻ്റെ പാർട്ടി സെക്രട്ടറി ഞാനായിരുന്നുവെങ്കിൽ, ഞാൻ പറയും പിണറായിയോട് പോയിട്ട് മട്ടന്നൂർ മത്സരിക്കാനും ശൈലജയോട് ധർമ്മടത്ത് മത്സരിക്കാനും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കരുത്ത് കാണിക്കേണ്ടത്. പണ്ട് കേജ്രിവാൾ അങ്ങനെ ഷീലാ ദീക്ഷിതോട് മത്സരിച്ച് ജയിച്ചാണ് അത് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയൊക്കെ ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്നത്. അതുപോലെ പിണറായി വിജയൻ ഇപ്പോൾ ധൈര്യം കാണിച്ചാൽ മതി. മട്ടന്നൂർ മത്സരിച്ച് പേരാവൂർ പോയി സണ്ണി ജോസഫിനോട് മത്സരിക്കണം. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇവിടെ ഒരു പയ്യനുണ്ടല്ലോ ചാണ്ടി ഉമ്മൻ, പുതുപ്പള്ളി വന്ന് ചാണ്ടി ഉമ്മനോട് മത്സരിക്കട്ടെ. ധൈര്യമുള്ള പിണറായി ആണെങ്കിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഷുവർ സീറ്റിൽ പോയി മത്സരിക്കട്ടെ. അതിനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് വേണം. കേജ്രിവാൾ അത് കാണിച്ചു തന്നു. ഷീലാ ദീക്ഷിതിനെയാണ് തോൽപ്പിച്ചത്, വമ്പിച്ച ഭൂരിപക്ഷത്തിൽ. ആ ധൈര്യം പിണറായിക്കുണ്ടോ? ഉണ്ടാവുമോ? ആ ധൈര്യമില്ലായ്മയാണ് പിണറായി കാണിക്കുന്ന ഈ അഹങ്കാരത്തിൻ്റെയും താർഷ്ട്യത്തിൻ്റെയും ലക്ഷണം. ഉള്ളിലുള്ള ആത്മധൈര്യമില്ലായ്മ. നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ധൈര്യം വേണം. ആ ധൈര്യം ഉള്ളിലുണ്ടാകണം. പിണറായി വിജയൻ ഒരു നല്ല നേതാവാണെങ്കിൽ, കേരളത്തിലെ ജനങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു നേതാവാണ് ശ്രീ പിണറായി വിജയൻ.
എന്നെനിക്ക് ഉള്ളത് പറയുകയാണെങ്കിൽ തോന്നുന്നില്ല എന്നുള്ളതാണ്. ഭീരുവല്ലേ? അല്ല, ഭീരുവാണോ മറ്റൊന്നല്ല, അദ്ദേഹം ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടാകാം, സംഘടനാ പാടവം തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ട്, അതിനൊന്നും യാതൊരു തരത്തിലുള്ള സംശയമില്ല. പക്ഷെ അതിനപ്പുറം ഒരു ഹ്യൂമൻ എന്നുള്ള നിലയിൽ ഒന്നും ഒന്നും മാതൃകയാക്കാൻ എന്താണുള്ളത്? മാതൃകയാക്കാൻ അങ്ങയുടെ ആയുഷ്കാല രാഷ്ട്രീയ ചരിത്രം തന്നെ മനുഷ്യനെ ദ്രോഹിച്ചുണ്ടാക്കുന്ന ഈ ചോരച്ചാലുകൾ നീന്തിക്കിടന്നുള്ള മുദ്രാവാക്യം ഫലത്തിൽ നടപ്പാക്കിയുള്ള പിണറായി. ചോരച്ചാലുകൾ നീന്തി കിടക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന് പ്രവർത്തകൻ അങ്ങനെ വരണം, ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അതനുസരിച്ച് ചെയ്യേണ്ട എല്ലാ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയല്ലേ? വാടിക്കൽ മനുഷ്യനെ കൊന്ന കേസിൽ പ്രതിയല്ലേ? അപ്പോൾ ആ മനുഷ്യനിൽ നിന്ന് എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ടി.പി. ചന്ദ്രശേഖരനെ കൊന്നു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? കുലംകുത്തി എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ആ മനുഷ്യനിൽ നിന്നും അങ്ങനെയുള്ള കുലംകുത്തി എന്നും കുലംകുത്തി മാനുഷികമായ നന്മകൾ പ്രതീക്ഷിക്കേണ്ട. അതാദ്യം അടിവരയിട്ട് എഴുതിക്കൂ. മാനുഷികമായ നന്മകളുള്ള ഒരുത്തനെ മനുഷ്യന് ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഈ നന്മയില്ലാതെ കുടുംബപരമായ നന്മയാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ശൈലജ ടീച്ചറും തോറ്റു, എല്ലാവരും തോറ്റു, ഒരുമാതിരി പെണ്ണുങ്ങളെല്ലാം തോറ്റെങ്കിൽ പിന്നെ ഒരു പെണ്ണ് മിച്ചം നിൽപ്പുണ്ട്, വീണ വിജയൻ. അതിന് നിങ്ങൾ ആലോചിക്കാത്ത തന്നെ എത്രയോ പേരെ കൊണ്ടുവരുന്നു. PPVയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ സുജാത തഴഞ്ഞു കളഞ്ഞ സുജാത ഇപ്പോൾ രണ്ടാമത് കൊണ്ടുവരിക, സുധാകരനെ ഇല്ലാതാക്കാനായിട്ട്. CS സുജാത, ആലപ്പുഴ. അപ്പോൾ ഇങ്ങനെയുള്ള കുടില തന്ത്രങ്ങൾ ആലോചിച്ച് ഇപ്പം കിട്ടിയപ്പോൾ എങ്ങനെയെങ്കിലും റിയാസിനെയോ വീണ വിജയനെയോ എത്താവുന്ന സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം പിണറായി വിജയൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. റിയാസിനെ കൊണ്ടുവരാനാണ് ഷംസീറിനെ ഷംസീറിനെ അതിനു മുമ്പ് കോഴിക്കോട് പ്രദീപ് കുമാറിനെ തട്ടി. ഏറ്റവും നല്ല MLA ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന ആൾ പ്രദീപ് കുമാറായിരുന്നു. പ്രദീപ് കുമാറിനെ മത്സരിക്കാൻ കൊടുത്തില്ല. എന്തിനാ ഇപ്പം കൊടുക്കുന്ന സി രവീന്ദ്രനാഥിന് കൊടുത്തു? അതൊക്കെ സ്വല്പം വിവരമുള്ള പാർട്ടികളാണ്, അവർക്കൊന്നും കൊടുത്തില്ല. അത് ആലോചിച്ച് നോക്കണം. വിദ്യാഭ്യാസം എന്നായിട്ട് ബിന്ദുവിനെ കൊണ്ടുവന്ന്, ജലീലിനെ കൊണ്ടുവന്ന്. അപ്പം അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് താൻ ഉദ്ദേശിക്കുന്ന തൻ്റെ ചെൽപ്പടിക്ക് നിൽക്കുന്ന കുറേ ആൾക്കാരെ പ്രതിഷ്ഠിക്കണം. അവരെത്ര കഴിവുകെട്ട, ഇപ്പോൾ ചിലപ്പോൾ ആർസോയ്ക്ക് കൊടുത്തെന്ന് വരും, ഇനിയിപ്പോൾ കൊടുക്കാൻ പറ്റില്ല. ആര്യരാജേന്ദ്രൻ കൊടുക്കുമെന്ന് അറിയത്തില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. PPD കൊലപാതക കേസിൽ പെട്ടോണ്ട് വരില്ല. വീണ ജോർജിന് ഇനി മത്സരിക്കാൻ കൊടുക്കുകയില്ലേ, സീറ്റ് കൊടുക്കുകയില്ലേ? ആന്റണി രാജുവിന് അനുകൂലമായിട്ട് വിധി വന്നാൽ ചിലപ്പോൾ ആന്റണി രാജുവിന് കൊടുക്കും. അങ്ങനെയുള്ള അഴിമതിക്കാരും കൊള്ളക്കാരുമായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ മാത്രമേ പിണറായി അധികാരത്തെ പിടിക്കൂ. പക്ഷെ മരുമകനോടൊരു പ്രത്യേക സ്നേഹം എപ്പോഴും ഉണ്ടാകും. അത് ഒത്തിരി കാരണങ്ങളുണ്ട്, അത് മരുമകൻ്റെ കയ്യിൽ പിണറായി വിജയനെക്കുറിച്ചുള്ള ഒത്തിരി നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ രഹസ്യങ്ങൾ ലാവലിംഗേഴ്സ് ഉൾപ്പെടെയുള്ള കോഴിക്കോട് നിന്ന് ക്രൈം നന്ദകുമാറിൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിൽ നിന്ന് അടിച്ചുപോയ സാധനങ്ങൾ അങ്ങേരുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഓഫീസ് അടിച്ചു ചേർത്താൽ പ്രതി. മരുമകനെ വെറുപ്പിച്ചാൽ പണി കിട്ടും. വെറുപ്പിച്ചാൽ പണി കിട്ടുമെന്നുണ്ടെങ്കിൽ വേറെ പണികളുണ്ട്, അതെന്താ ഞാൻ പറയുന്നില്ല. അപ്പം എന്തായാലും ഞാനായിരുന്നു പാർട്ടി സെക്രട്ടറി എങ്കിൽ, CPMൻ്റെ പാർട്ടി സെക്രട്ടറി ഞാനായിരുന്നു എങ്കിൽ, ബഹുമാനീയനായിട്ടുള്ള പിണറായി വിജയനോട് പറയും, താങ്കൾ എവിടെ പോയി മത്സരിക്കൂ, പേരാവൂരിൽ പോയി മത്സരിക്കൂ, ശൈലജ ടീച്ചർ ധർമ്മടത്ത് മത്സരിക്കട്ടെ എന്ന് പറയായിരുന്നു. പക്ഷെ ഞാനല്ലല്ലോ പാർട്ടി സെക്രട്ടറി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ടങ്ങ് നിർത്താം. ഈ ധനോജ് എന്ന് പറഞ്ഞ ആൾക്കാർ ശൈലജ ടീച്ചറെ മാറ്റി മട്ടന്നൂർ ധനോജ് എന്ന് പറഞ്ഞ ആൾക്കാർ കൊടുത്തിരിക്കുന്നത്. പിണറായി വിജയൻ ചിലപ്പോൾ ഈ ഇലക്ഷനിൽ മത്സരിക്കാതെ മാറി നിന്നെന്ന് വിചാരിക്കുക. അങ്ങനെ ഇപ്പം തീരുമാനം ഓരോ മണിക്കൂറും മാറിക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളായി മാറി നിന്ന് കഴിഞ്ഞ് മത്സരിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാം. വീണ്ടും 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ ജയിച്ചു വന്നാൽ മതി. അങ്ങനെ ജയിക്കാൻ വേണ്ടി ഒരു ഷുവർ സീറ്റ് ആയിട്ട് ഇതിനെ മട്ടന്നൂർ മാറ്റിയിടുകയും പിണറായിക്ക് വേണ്ടി ധനോജ് രാജിവെച്ച് കൊടുക്കുകയും ചെയ്താൽ പറയാം. ഒരു നല്ല വഴി കിടപ്പുണ്ട്. അങ്ങനെയാണ് വേറെ സജീവ് ജോസഫ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ വേണുഗോപാലിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ ഇരിക്കൂറാന്ന് തോന്നുന്നു. അത് വേണുഗോപാൽ നാളെ മുഖ്യമന്ത്രിയാകേണ്ട ഒരു ആവശ്യം വന്നാൽ രാജിവെക്കാൻ പോകുന്ന അവനായി അതൊക്കെ വേറെ പോസ്റ്റ് കൊടുക്കും. പക്ഷേ വേണുഗോപാൽ അവിടെ പോയി മത്സരിക്കും. അതുപോലെ ഇരിക്കൂർ പോലെ പിണറായി വിജയൻ മാറ്റിയിട്ടിരിക്കുന്ന ഒരു സീറ്റാണോ അത്? മട്ടന്നൂരും ഏറ്റവും സുരക്ഷിത മണ്ഡലം. തനിക്ക് നാളത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ആയിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.